സമയം പുലർച്ചെ ഒരു 3-3:30 ഉറങ്ങിക്കിടക്കുന്ന ഏതനെയും വിളിച്ചെണീപ്പിച്ച് ഒരുങ്ങിക്കെട്ടിട്ട് നമ്മളീ പോകുന്നത് തിരുനെല്ലി അമ്പലത്തിലേക്കാണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ അമ്മമ്മ മരണപ്പെട്ടതിന് ശേഷമുള്ള ചടങ്ങുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. പുലർച്ചെ ആയതുകൊണ്ടും പുറത്തെല്ലാം ഇരുട്ടായതുകൊണ്ടും ഏതന് പുറത്തെ കാഴ്ചയൊന്നും കാണാൻ പറ്റാത്തതുകൊണ്ട് അപ്പം തന്നെ കിടന്ന് ഉറങ്ങി. ഞാൻ ഇരുന്ന സൈഡിനെക്കാട്ടിയും പുറത്തെ വ്യൂ കൂടുതലുള്ളത് ആപ്പൻ്റെ സൈഡിലാന്ന് വിചാരിച്ചിട്ട് ഞാൻ ആപ്പൻ്റെ സീറ്റ് പിടിച്ചു. കുറച്ച് സമയത്തേക്ക് പിന്നെ അവിടെ സീറ്റിന് വേണ്ടിയിട്ടുള്ള യുദ്ധമായിരുന്നു. നമ്മൾ രാവിലെ പോയോണ്ടാണെന്നറിയില്ല, നല്ല കോടയായിരുന്നു. അടി കഴിഞ്ഞ് ആപ്പൻ്റെ സീറ്റ് വാങ്ങുമ്പോഴത്തേക്ക് വ്യൂ എല്ലാം അപ്പുറത്തെ ഭാഗത്തായി. ഞാൻ ഏടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതന്നെ അവസ്ഥ. 8:30-9 ആവുന്നതിലിടക്ക് നമ്മൾ അമ്പലത്തിലെത്തിയേ. അപ്പോഴേക്കും തന്നെ നല്ല തിരക്കായിരുന്നു. കുടുംബത്തിലെ മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ബലിയിടാനും മറ്റ് കർമ്മങ്ങൾ ചെയ്യാനും വേണ്ടിയിട്ടാണ് ആൾക്കാർ ഈ അമ്പലത്തിലേക്ക് കൂടുതലായും പോകുന്നത്. അമ്പലത്തിൽ നിന്ന് കുറച്ച് മാറി കുറച്ച് ദൂരം നടന്നിട്ട് വേണം നമ്മൾ കർമ്മം ചെയ്യുന്ന സ്ഥലത്തെത്താൻ. ഇതാണ് പാപനാശിനി. ഈ വെള്ളത്തിൽ മുങ്ങിയിട്ട് വേണം കർമ്മം ചെയ്യാൻ. ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പാടില്ല എന്നവിടെ ബോർഡ് ഉണ്ടായിരുന്നതുകൊണ്ട് കർമ്മം ചെയ്യുന്നതിന്റെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിട്ടില്ല. എല്ലാരും വെള്ളത്തിൽ മുങ്ങുമ്പോൾ അനക്കും മുങ്ങണം എന്ന് പറഞ്ഞിട്ട് തുള്ളിച്ചാടി പോയോന്നാണ് ഇപ്പൊ കിടുകിടാ വർക്കെന്ന് നോക്കറ. കറക്റ്റ് നമ്മളവിടെ എത്തുമ്പോഴത്തേക്ക് നല്ല മഴയും തണുത്ത കാറ്റും വെള്ളത്തിനാണെങ്കിൽ ഐസിട്ട പോലത്തെ തണുപ്പ്. ഏതെന്റെ മാത്രമല്ല, ശരിക്കും എല്ലാവരും അവസ്ഥ ഇതുപോലെ തന്നെയാണ്. പിന്നെ എല്ലാവരും ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് തന്നെ 10:30-11 മണി ആയിട്ടുണ്ടായിരുന്നു. കർമ്മം ചെയ്യേണ്ടതുകൊണ്ട് ഒരു ചായ പോലും ആരും കുടിച്ചിട്ടുണ്ടായി. കുറച്ചും കൂടി സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുടല് കരിഞ്ഞ മണം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ മസാല ദോശ വാങ്ങിയിട്ടുണ്ടായി. ഏതെങ്കിലും ഒരു പകുതി നെയ്റോസ്റ്റും കൊണ്ട് 1/2 മണിക്കൂറായി കളിക്കുന്നു. വയനാട്ടിൽ വന്നിട്ട് ചായപ്പൊടി വാങ്ങാണ്ട് പോയാൽ മോശമല്ലേ, അതുകൊണ്ട് ഈ ഒരു ചായപ്പൊടിയും വാങ്ങിച്ചു. അർച്ചന അപ്പോഴത്തേക്ക് ഒരു അടിപൊളി സ്പോട്ട് കണ്ടുപിടിച്ചു. ഇരിക്കാൻ മുള കൊണ്ട് ഉണ്ടാക്കിയ ബെഞ്ചും ബാക്കിൽ ഒരു അടിപൊളി തേയിലത്തോട്ടം. അവിടെ തന്നെ ഫാമിലി ആയിട്ടും സിംഗിൾ ആയിട്ടെല്ലാം കുറെ ഫോട്ടോ എടുത്തു. അപ്പത്തേക്ക് ആദ്യം ഒരു ആഗ്രഹം ആ തേയിലത്തോട്ടത്തിന്റെ മുകളിൽ കയറണമെന്ന്. ഏതോ സിനിമയിൽ സിദ്ദിഖ് പറഞ്ഞ പോലെ പിള്ളേർ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമുക്ക് പറ്റുവാണെങ്കിൽ അതൊന്നും സാധിച്ചു കൊടുക്കണം. താഴെ നോക്കുമ്പോ സിമ്പിൾ നിസ്സാരൊന്നും പറ്റി കയറി തുടങ്ങിയതോ. പകുതിക്ക് എത്തിയപ്പോ തിരിച്ചു പോയാലോ എന്ന് വിചാരിച്ചു. പക്ഷെ ആ ടോപ്പിലെത്തിയിട്ടുള്ള വ്യൂ ഉണ്ടല്ലോ, ഒരു ഫോണിലോ ക്യാമറയിലോ പതിഞ്ഞതിനെക്കാട്ടി ഭംഗിയായിട്ടാണ് നമ്മളെ മനസ്സിൽ പതിഞ്ഞ്. മെയിൻ റോഡുമിൽ ഇത്രയും അടിപൊളി ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിട്ട് ആടെ എങ്ങനെ ഇറങ്ങാണ്ട് വരുക? അത്രയും നേരം ഒച്ചപ്പാടായി കളിച്ചോണ്ടിരുന്ന നേരം വെള്ളച്ചാട്ടം കണ്ട് വണ്ടി കയറിയപ്പാടെ ഒറ്റ ഉറക്കം. ഓൻ ഉറങ്ങി 5 മിനിറ്റ് കഴിഞ്ഞപ്പാട് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വണ്ടി നിർത്തി. ആദ്യം എണീക്കുന്നേ ഉണ്ടായിട്ടില്ല, പിന്നെ ഐസ്ക്രീം വാങ്ങിത്തരാന്നെല്ലാം പറഞ്ഞപ്പോൾ വേഗം എണീച്ചു. എല്ലാവരും ബിരിയാണിയാണ് കഴിച്ചിട്ടുണ്ടായി, അതുകൊണ്ട് വണ്ടി കയറിയതേ ഓർമ്മയുള്ളൂ. നാട്ടിലെത്തിയ രാവിലെ ഉറക്കം കിട്ടുന്നു. ഇപ്പൊ വേറൊരു വീഡിയോ കാണാം. ബൈ.